ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ മീൻ രുചി നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഇതാ കുറച്ച് സൂചിക്കൊഴുവ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, അതിനാവശ്യമുള്ള തേങ്ങ, മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് ഉലുവപ്പൊടി. പിന്നീട് നമ്മൾ കുറച്ച് കുടംപുളി, 1 തക്കാളി, കുറച്ച് ഉള്ളി ചതച്ചത്, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്. ഇനി നമുക്കിതെല്ലാം കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നമ്മളിന്ന് ചതച്ചെടുത്തു. ഇനി പച്ചമുളക് അതിൻ്റെ അകത്തോട്ടിടുക. ഉള്ളി ഇഞ്ചി ഇതിൻ്റെ കൂടെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാണ്ട് നമ്മൾ കുടംപുളി അങ്ങോട്ട് ഒഴിക്കുക. ഇനി നമ്മളത് തക്കാളി ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളത് മിക്സ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. തോനെ ഒഴിക്കരുത്, കുറച്ച് വെള്ളം. കുറച്ച് ഉപ്പിടുക. ഇത്തിരി കറിവേപ്പില ഇടുക. ഇതിൻ്റെ ഗ്യാസിലോട്ട് വയ്ക്കുക. ഈ നേരത്തിന് നമുക്ക് മത്തി ഒന്ന് പുതിയ രീതിയിൽ നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം. ഓക്കെ, അതിനായിട്ട് എൻ്റെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് 3 സ്പൂണ് മുളക് പൊടി ഇടാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഗ്യാസിലേക്ക് വയ്ക്കാം. മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ മീൻ പീരയുടെ അരപ്പ് നോക്കാം. അത് തിളച്ചുകൊണ്ടിരിക്കുന്നു. തിളക്കട്ടെ. അത് തിളച്ച് നന്നായിട്ട് കുറച്ചൊന്ന് വറ്റി, വെള്ളമെല്ലാം വറ്റി കുറച്ചൊന്ന് വേവട്ടെ. എൻ്റെ മത്തി പൊള്ളിച്ചതിൻ്റെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. കുറച്ച് തെറ്റ് മിസ്റ്റേക്ക് പറ്റി. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് നോക്കട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇതേ ഉള്ളി നന്നായിട്ട് മൂത്തു. നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം അവിടെ കിടന്ന് നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ മീൻ ഇടുന്നത് കേട്ടോ. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് പുളിയുടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കൊഴുവപ്പീര എവിടെ വരെ ആയെന്ന് നോക്കാം. അതിൻ്റെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ മത്തിപ്പീരയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തെറ്റിപ്പോയതാണ് കേട്ടോ. ഈ മത്തിയും കൂടെ ചെയ്യുന്ന കൂട്ടത്തിൽ രണ്ടും കൂടെ പറഞ്ഞപ്പോഴത്തേക്ക് വിട്ടുപോയത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ സൂചിക്കൊഴുവ ഇട്ട് കൊടുക്കാം. അത് വേവ് കുറവായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ. അത് കാരണം നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇത് വരട്ടിയെടുക്കാം. പൊടിയാതെ ചെയ്യണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇത് അരപ്പിട്ടങ്ങ് മൂടാം. അരപ്പിട്ട് മൂടിയിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് കുറഞ്ഞ തീയിലിട്ട് വേവാം. വേണ്ടേ, ഈ കുറഞ്ഞ തീയിലിട്ട് നമുക്ക് വെന്തെടുക്കാം. ഇതേ നമ്മുടെ മത്തിയുടെ അരപ്പെല്ലാം പുളിയെല്ലാം വറ്റി സൈസായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേ നമ്മൾ മത്തി വറക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇവനെ അടച്ചു വയ്ക്കുക. ഇനി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് മുരിയട്ടെ. ഇനി നമ്മുടെ നമ്മുടെ കൊഴുവാപ്പീരയുടെ എന്തായെന്ന് നോക്കാമേ.
ഇത് നമുക്ക് ചെറിയ സ്പൂൺ ഇട്ട് ഇളക്കാമേ, അല്ലെങ്കിൽ ഇത് പൊടിയും. ഓക്കെ, ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട്, അതൊന്ന് വറ്റട്ടെ. അതെ, നമുക്ക് നമ്മുടെ സൂചിക്കൊഴുവയുടെ പീര എങ്ങനെയായെന്ന് നോക്കാം. ഓക്കെ, ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില തൂകി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഇത്തിരി നേരം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിനിടയ്ക്ക് നമ്മുടെ മത്തി ഒന്ന് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ. ഓക്കെ, നമ്മുടെ മത്തി മറിച്ചിട്ടു. ഇനി ഇവനെ ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. ഇവനോട് ഇരുന്ന് ഉരിയട്ടെ. ഇപ്പോഴേ നമ്മുടെ മീൻ പീര നോക്കാം. അതുകൊണ്ട് നമ്മുടെ സൂചിക്കൊഴുവയുടെ പീര അടിപൊളി മണമൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ടേ. വേണ്ടേ, നല്ല ഫ്ലേവറിലിരിപ്പുണ്ടേ. ഇതിനും നമ്മുടെ മത്തി പൊള്ളിച്ചതും കൂടെ ആകുമ്പോൾ എന്നിട്ട് ഊണ് നമുക്ക് കുശാലല്ലേ. നോക്കാം. ഉണ്ടോ, അവനിപ്പോൾ ഇവിടെ സെറ്റായി, വെള്ളമെല്ലാം വറ്റി. ഇതാണ് നമ്മുടെ സൂചിക്കൊഴുവയുടെ പീര. ഇതാണ് കല്ലിൻ്റെ രുചിയിൽ സൂചിക്കൊഴുവ പീര. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇവൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മത്തിയുടെ എന്തായെന്ന് നോക്കാം സ്റ്റേജ്. ഓക്കെ, നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലയൊക്കെ തൂകിയിട്ടേക്കാം അതിൻ്റെ പുറത്ത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കാം. എല്ലാവർക്കും ഇഷ്ടമായാൽ, എൻ്റെ ഇന്നത്തെ മീൻ രുചി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റായി എഴുതുക കേട്ടോ. നിങ്ങൾ കമൻറ്റായി എഴുതിയാലേ എനിക്കത് തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ മീൻ രുചിയിൽ നമുക്ക് ദാണ്ടേ മത്തി റോസ്റ്റും പിന്നെ നമ്മുടെ മീൻ പീരയും അത് സൂചിക്കൊഴുവ പീരയും റെഡി ആയിട്ടുണ്ടേ. അപ്പം നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ക്ഷമയോട് കണ്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടേ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ പാചകങ്ങൾ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഷേർലീസ് കിച്ചൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ താങ്ക്സ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മീൻ രുചി ഇതാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോയുമായി നാളെ കാണാം.